ഒത്തിരി ആഗ്രഹങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഈ ആഗ്രഹങ്ങളെല്ലാം പൂവണിയണമെങ്കിൽ ക്യാഷ് വേണം, മണി വേണം. എന്നാൽ അതില്ലാത്തത് കൊണ്ട് തന്നെ ഈ ആഗ്രഹങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ പ്രൈമറി ഇൻകം സോഴ്സ് ആയിട്ടുള്ള സാലറി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും സാലറി കിട്ടിയാൽ ആ ആഴ്ച തന്നെ സാലറി തീരും. കാരണം ചിലവോട് ചിലവാണ്. അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ എപ്പോഴും സ്വപ്നങ്ങളായി തന്നെ അവശേഷിക്കുന്നു. എന്നാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു റൂളുണ്ട്. എന്താണത്? 50-30-20 റൂൾ. ഇത് ഡെയിലി ലൈഫിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. പേഴ്സണൽ ഫൈനാൻസിലും ഡെയിലി ലൈഫിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു റൂളാണ് 50-30-20 റൂൾ. അതായത് നമ്മുടെ പ്രൈമറി ഇൻകം സോഴ്സായ സാലറി ഇതെങ്ങനെ ചെലവഴിക്കണമെന്ന് ഒരു ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 3 തരത്തിലാണ് നമ്മൾ പണം ചെലവഴിക്കേണ്ടത്. അതായത് 50% എമൗണ്ട് അത്യാവശ്യത്തിന് വേണ്ടി ചെലവഴിക്കണം, 30% എമൗണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം, 20% എമൗണ്ട് നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കണം? നിക്ഷേപങ്ങൾക്ക് വേണ്ടിയിട്ട്, ക്യാഷ് സേവ് ചെയ്യാൻ എന്നീ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കണം. ഇനി ഇതിനെ വിവരിക്കാം. അതായത് 50% എമൗണ്ട് ആവശ്യമെന്ന് പറയുമ്പോൾ അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ചിലവുണ്ടായിരിക്കും, ഫുഡ് വേണം, വസ്ത്രം വേണം, വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, ബ്രോഡ്ബാൻഡ് ബില്ല്, ഇലക്ട്രിക് ബില്ല്, ഇങ്ങനെയുള്ള ധാരാളം ആവശ്യങ്ങളുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കണം. ഇനി ആഗ്രഹം എന്ന് പറയുന്നതോ, നമുക്ക് കാറ് മേടിക്കണം. അപ്പോൾ അതിൻ്റെ EMIക്ക് വേണ്ടി പോകുന്നുണ്ടാവും. അതേപോലെ തന്നെ ഒരു ഫോൺ വാങ്ങിക്കണം, അപ്പം അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകുന്നുണ്ടാവും. അതേപോലെ തന്നെ അങ്ങനെ ധാരാളം ആവശ്യങ്ങൾ നമുക്കുണ്ട്. പുറത്തു പോകണം, ഫുഡ് കഴിക്കണം, സിനിമയ്ക്ക് പോകണം, ഇങ്ങനെയുള്ള ധാരാളം ആവശ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇനി അതിൽ നിന്നും 20% എമൗണ്ട് നമ്മൾ എന്തിനു വേണ്ടി പോകണം? അതായത് 20% എമൗണ്ട് പോകേണ്ടത് നിക്ഷേപങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. അത് സ്റ്റോക്ക് മാർക്കറ്റിലായിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ടിലായിക്കോട്ടെ, അങ്ങനെ ചിലവഴിക്കാം. എന്നാൽ 50-30-20 റൂൾ ഇത് വരുമാനത്തിനനുസരിച്ചും പ്രായത്തിനനുസരിച്ചും എപ്പോഴും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം അതിനനുസരിച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. എന്നാൽ മാത്രമായിരിക്കും ഇത് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ ഈ റൂൾ കൃത്യമായി നമ്മൾ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ബഡ്ജറ്റിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ ഡെയിലി ലൈഫിൽ കൃത്യമായി ബഡ്ജറ്റിംഗ് ചെയ്യാൻ സാധിക്കണം. അതായത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ക്യാഷ് ചെലവഴിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി മോണിറ്ററിങ് ചെയ്യണം. വീക്ക്ലി മോണിറ്ററിങ് ചെയ്യണം, മന്ത്ലി മോണിറ്ററിങ് ചെയ്യണം. അത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ചെലവഴിച്ചത്, അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണോ ചെലവഴിച്ചത് എന്ന് നമ്മൾ കൃത്യമായി വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി വെറും ആവശ്യമാണെങ്കിൽ അത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ആ എമൗണ്ട് അല്ലെങ്കിൽ ആ എക്സ്പെൻസ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കട്ട് ചെയ്യാം. ആ എമൗണ്ട് എങ്ങോട്ട് പോകും? ഇൻവെസ്റ്റിങ്ങിലോട്ട് പോകും. ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ധാരാളം എക്സ്പെൻസുകളുണ്ടാകും. ഇവയെല്ലാം കട്ട് ചെയ്ത് അത് കൃത്യമായി മോണിറ്ററിങ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ സ്ട്രാറ്റജി നമുക്ക് കൃത്യമായി ഡെയിലി ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് സാധിക്കില്ല. ഇനി അതേപോലെ തന്നെ നമ്മുടെ വരുമാനം സാലറി മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും സ്ഥാനക്കയറ്റം ഉണ്ടാകും, ബോണസ് കിട്ടും, അലവൻസ് കിട്ടും, ഗ്രാറ്റുവിറ്റി കിട്ടും, ഇങ്ങനെ പലതും നമുക്ക് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇത് നമ്മുടെ വരുമാനത്തിന് ആഡ് ചെയ്യുന്ന ഒരു എമൗണ്ടാണ്. അതായത് ആ മാസം നമുക്ക് എന്ത് ചെയ്തു? കൂടുതൽ വരുമാനം കിട്ടി. ഈ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സേവിങ്ങിലോട്ടോ ഇൻവെസ്റ്റിങ്ങിലോട്ടോ മാറ്റാൻ പറ്റും. കാരണം ഓൾറെഡി നമ്മളവിടെ ബഡ്ജറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഒരു മാസം എനിക്ക് എന്ത് ചിലവ് വരണമെന്ന്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. അതായത് എന്നെ കണക്ട് ചെയ്യുന്നവരോട് ഞാൻ പറയുന്നൊരു വാക്കുണ്ട്. ആദ്യം മേക്ക് മണി, അതിനുശേഷം സേവ് മണി, ഇൻവെസ്റ്റ് മണി, ദെൻ സ്പെൻഡ് മണി. എന്നാൽ പലപ്പോഴും മലയാളികളെ നമുക്ക് ആദ്യമുള്ളത് മേക്ക് മണി, പ്രൈമറി ഇൻകമായിട്ട് നമ്മൾ മേക്ക് മണി ഉണ്ടാക്കും, അത് സാലറി ആയിരിക്കും. എന്നാൽ അതിനുശേഷം നേരെ പോകുന്നത് സ്പെൻഡ് മണിയാണ്. ഇൻവെസ്റ്റ് മണിയും സേവ് മണിയും നമുക്കില്ല. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും പൂവണിയാൻ സാധിക്കില്ല. എന്നാൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മേക്ക് മണി, അത് നമ്മൾ സ്വാഭാവികമായും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഞാൻ നേരത്തെ ഒരു റൂൾ പറഞ്ഞല്ലോ, 50-30-20 റൂൾ. ഈ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി 30% എമൗണ്ട് നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും എന്താണ്? കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പക്ഷേ ഈ ആഗ്രഹം നമ്മുടെ എന്താണ്? നമുക്ക് 20,000 രൂപ സാലറി ഉള്ളൂ, ഐഫോൺ എടുക്കണം, ലേറ്റസ്റ്റ് മോഡൽ. അപ്പോൾ നമ്മുടെ വലിയൊരു എമൗണ്ട് എങ്ങോട്ട് പോയി? EMIയിലോട്ട് പോയി. 50,000 രൂപ സാലറി ഉള്ളൂ, റേഞ്ച് റോവർ എടുക്കണം. സാലറിയുടെ ഭൂരിഭാഗവും എങ്ങോട്ട് പോയി? EMIയിലോട്ട് പോയി. അതിന് പകരം ഈ ആഗ്രഹങ്ങൾ പൂവണിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പോളിസി എന്ന് പറയുന്നത്,
നമ്മുടെ ആഗ്രഹം എത്രമാത്രം വലുതാണോ അതിനനുസരിച്ചുള്ള എമൗണ്ട് കൂടുതൽ നമ്മൾ എങ്ങോട്ട് പോകണം, സേവ് മണി, ഇൻവെസ്റ്റ് മണിയിലോട്ട് പോകണം. എങ്ങോട്ട്? ഒന്നെങ്കിൽ സ്റ്റോക്കിലോട്ട് പോകാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോട്ട് പോകാം. അങ്ങനെ പോകുന്ന സമയത്ത് ലോങ് ടൈം റണ്ണിങ്ങിൽ നമ്മൾ ഫിനാൻസ് കമ്പനികൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട്, ഇത് നമുക്ക് കൃത്യമായി നമുക്ക് പ്രോഫിറ്റിലോട്ട് എത്തിക്കാം. അതായത് കോമ്പൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ വളരെ എളുപ്പത്തിൽ നമുക്ക് പൂവണിയിപ്പിക്കുകയും ചെയ്യാം. പ്ലസ് അതിനോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് ഇനത്തിൽ കൊടുക്കുന്ന വലിയൊരു എമൗണ്ട് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് വരികയും ചെയ്യും. ഇത് നമ്മുടെ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഫൈനാൻസിൽ കുറച്ചും കൂടി ഗ്രോത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നോർമലി നിങ്ങൾ സാധാരണ പോലെ ചിന്തിക്കുകയാണെങ്കിൽ, അതായത് മേക്ക് മണി അതിനുശേഷം സ്പെൻഡ് മണി, നിങ്ങൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങൾ പൂവണിയാൻ വേണ്ടി നിങ്ങൾ ഫിനാൻസ് കമ്പനികളെ ആശ്രയിക്കുന്നു, ലോൺ എടുക്കുന്നു. ഈ പരുവത്തിലാണ് പോകുന്നതെങ്കിൽ ലോങ് ടൈം റണ്ണിങ്ങിൽ നിങ്ങൾ ഫിനാൻഷ്യൽ ട്രാപ്പിലോട്ട് പോകും. അപ്പോൾ കൃത്യമായി നിങ്ങൾ ഈ പറഞ്ഞ റൂട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തോടു കൂടി തന്നെ പൂവണിയിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വളരെയധികം ഉപകാരമായെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.